ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഒരു അടിപൊളി പനീർ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഈ ഒരു റെസിപ്പി ബാച്ചിലേഴ്സിന്, വർക്കിംഗ് വുമൻസിന് അല്ലെങ്കിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പെട്ടെന്ന് തയ്യാറാക്കണത് ആണെന്നുണ്ടെങ്കിൽ പോലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കീറ്റോ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും, അതായത് സ്ഥിരമായിട്ട് വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. സമയമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള പനീർ റോസ്റ്റ് നമുക്ക് തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പനീറാണ് കേട്ടോ. ഒന്നിനെങ്കിലും നമുക്ക് പനീർ വീട്ടിൽ തയ്യാറാക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്നാണെങ്കിലും വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഫ്രോസൺ പനീറിനേക്കാൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള പനീറായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരാം. ഇനി നമുക്കിത് നല്ല തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം തന്നെ. അതിനുശേഷം വീണ്ടും ഇത് കട്ട് ചെയ്യണം. അപ്പൊ തിക്കായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. തിന്നായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇതിലെ എല്ലാ മസാലയും പെട്ടെന്ന് തന്നെ പിടിക്കും. അതുപോലെ നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കാനൊക്കെ പറ്റൂട്ടോ. അതാണ് ഈ ഒരു റെസിപ്പിയുടെ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുമ്പോൾ പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കും. അതിനുശേഷമായിരിക്കും ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുക. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് അത് ചൂടായി വരുമ്പോഴേക്കും ഇത് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുത്ത്, അപ്പോൾ ടൈം വേസ്റ്റ് ആവില്ല, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഈ പനീറെല്ലാം ഈ ഒരു രീതിയിൽ നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ പനീർ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണുന്നുള്ളവർ കണ്ടു നോക്കാവുന്നതുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പനീർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ ഫുള്ള് ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് പനീർ നമ്മൾ മാരിനേറ്റ് ചെയ്തൊന്നും എടുക്കണില്ല, അല്ലാതെ തന്നെയാണ് തയ്യാറാക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ റോസ്റ്റിന്റെ റെസിപ്പി തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതുപോലെ എല്ലാവരുടെയും ഒന്ന് ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചതച്ച മുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്. ചില്ലി ഫ്ലേക്സ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താലും നന്നായിട്ട് തന്നെ വരും കേട്ടോ. മുളക് പൊടി കുറച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പനീർ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ട് ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് ഉടഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നല്ല സോഫ്റ്റ് അല്ലേ. ഇപ്പൊ തോന്നുമ്പോൾ മസാലയൊക്കെ കൂടുതലായിട്ട് തോന്നും. പക്ഷെ നമ്മളിതിലേക്ക് സവോളയൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണല്ലോ. അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ വരും. ഇനി ഇത് റെഡി ആവുന്ന ഒരു സമയത്ത് നമുക്ക് സവോളയൊന്ന് മുറിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് കനം കുറച്ചിട്ട് മുറിച്ചെടുക്കാം. ഞാനിത് അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. തീരെ ഒരു സമയമൊന്നും വേസ്റ്റ് ആവുന്ന ഒരു റെസിപ്പി ഒന്നുമല്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ. നല്ല തിന്നായിട്ടൊന്ന് മുറിച്ചെടുക്കട്ടെ. ഞാനിപ്പോൾ ഈ ഒരു കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു പനീർ റോസ്റ്റാണിത്, സമയമൊന്നും ഇല്ലാത്തൊരു സമയത്ത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു മുറിച്ച് വെച്ച സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓവറായിട്ടൊന്ന് ഫ്രൈ ആയിട്ടൊന്നും ഇല്ല കേട്ടോ ഈ ഒരു റെസിപ്പിയിൽ. മസാലയൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന്, അതായത് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി വന്നോളൂ. ആവശ്യത്തിന് എണ്ണയില്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സവോള വഴന്നു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി സവോള ഒന്ന് വഴന്നു വന്നോട്ടെ. അപ്പോൾ ഇത് വഴന്നു വരുന്ന സമയത്ത് ഞാൻ കുറച്ച് മല്ലിയില ഒന്ന് മുറിച്ചെടുക്കട്ടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കസൂരി മെത്തി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായത് ഉലുവയുടെ ഉണങ്ങിയ ഇല, അത് നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും ഇതിന്. കുറച്ച് കസൂരി മെത്തി ചേർക്കാമല്ലോ നമുക്ക്. അപ്പോൾ കുറച്ച് കസൂരി മെത്തി ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. കസൂരി മെത്തി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാം. മല്ലിയില മാത്രം ചേർത്താൽ മതി. ഉലുവയുടെ ഉണങ്ങിയ ഇല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി പൊടിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. ഇതൊരു ഈസി റെസിപ്പി അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ കിടന്ന് ചൂടായി നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. ഞാനൊരു 1 ടേബിൾ സ്പൂണോളം അളവിൽ ഉലുവയുടെ ഉണങ്ങിയ ഇല ചേർക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ആദ്യമായിട്ടൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഫ്ലേവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. നല്ലൊരു ഫ്ലേവർ ആട്ടോ ഇത് ചേർക്കുന്ന സമയത്ത്. ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്.
ഇനി സവോള ഒന്ന് വഴന്ന് വരട്ടെ. ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ സവോള ഓവറായിട്ടൊന്നും വഴറ്റിയെടുക്കുന്നില്ല, പക്ഷെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. അങ്ങനെ പച്ച കടിക്കരുത്, ആ ഒരു രീതിയിൽ തന്നെ വന്നാൽ മതി. പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പം ഈ സവോള കണ്ടോ ആവശ്യത്തിനൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ഈ പനീർ പീസസ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഓവറായിട്ട് ക്രിസ്പി ആയിട്ടോ ഒന്നും വന്നിട്ടില്ല. ആ ഒരു സോഫ്റ്റ് ടെക്സ്ചറിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇതുപോലെ 2 കഷ്ണം നാരങ്ങ പിഴിഞ്ഞു വയ്ക്കുക. അതായത് ഒരു പകുതി നാരങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വരും. അപ്പൊ നാരങ്ങയുടെ ഒരു പുളിരസം നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുമ്പോൾ അതിനായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരാം. അപ്പൊ ഞാൻ നാരങ്ങ ഒന്ന് പിഴിഞ്ഞതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പനീർ റോസ്റ്റ്. അടിപൊളിയായിട്ട് റെഡി ആയിട്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ ഒന്നും തന്നെ ചേർക്കണില്ല. പക്ഷെ സിമ്പിൾ ആണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കി ഈ ഒരു രീതിയിൽ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നാരങ്ങ നീര് ചേർത്തതിന് ശേഷം പിന്നെ അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അവസാനം മാത്രം നാരങ്ങ നീരും മല്ലിയിലും ചേർത്താൽ മതി. അപ്പോഴായിരിക്കും നന്നായിട്ട് വരാം. സവോളയൊന്നും ഓവറായിട്ട് വഴന്നൊന്നും വന്നിട്ടില്ല. ഇതിൽ ഒന്ന് ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഇതുപോലെയുള്ള റോസ്റ്റുകളൊന്നും ഫുള്ള് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുന്ന റെസിപ്പീസ് ഒന്നും അധികം ഉണ്ടാവില്ല. ശരിയല്ലേ? അപ്പൊ ഇതൊരു 5 മിനിറ്റ് തന്നെ മതി. അതിൽ കൂടുതലൊന്നും വേണ്ടി വരില്ല ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ചോറിന്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തിന്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വരും. നല്ല സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ റോസ്റ്റ് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഉപ്പോ മുളകോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് കുറവുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതിലേക്ക്. അതുപോലെ ഉപ്പാണെന്നുണ്ടെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു 5 മിനിറ്റ് പനീർ റോസ്റ്റ് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ നിംഷാസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.